വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 40-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയാണ്. ഞാൻ യഹോവയെ കാത്തിരുന്നു. ആർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു? ദൈവത്തിന് വേണ്ടി. അവനെങ്കിലേക്ക് ചാഞ്ഞൻ്റെ നിലവിലിട്ട്. അപ്പോൾ കാത്തിരുന്ന ആർക്ക് വേണ്ടി? യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്ന നിലവിളിയുടെ ശബ്ദം കേട്ടതാരാണ്? നമ്മുടെ ദൈവം. എന്ത് ചെയ്തു? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. കണ്ടോ? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. നമ്മളിപ്പോൾ ഒരു പാറയിൽ ഒരു മണ്ണി ചവിട്ടുമ്പം അത്രയ്ക്ക് ഉറപ്പ് കാണിക്കില്ല. അതേസമയം ഒരു പാറയുടെ പുറത്ത് നമ്മൾ ചവിട്ടി നിൽക്കുമ്പോൾ ഭയങ്കര ഉറപ്പായിരിക്കും. പാറയ്ക്ക് നല്ല ശക്തിയാണ്. എൻ്റെ കാലുകൾ ഒരു പാറമേൽ നിർത്തി. ആ പാറയല്ല ഈ പാറ. എൻ്റെ കാലുകൾ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ്റെ വായിൽ പുതിയൊരു പാട്ട് ആത്മീയൻ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ കാലടികളെ അവൻ ഉറപ്പിച്ച് നിർത്തി. നമ്മുടെ കാലടികളെ ഉറപ്പിച്ച് ധൈര്യത്തോടെ മുമ്പോട്ട് നയിക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ കർത്താപ്പച്ചന് സാധിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ. ആർക്ക് സ്തുതി? ദൈവത്തിൻ്റെ സ്തുതി. പലരും അത് കണ്ട് ഭയപ്പെട്ടു. യഹോവയിൽ ആശ്രയിക്കും. യഹോവയിൽ ആശ്രയിക്കുന്ന എന്താ? ഭാഗ്യവാന്മാർ. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ എത്രയോ വലുതാണ്. നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. എൻ്റെ ദൈവത്തോട് സദൃശൻ ആരുമില്ല. ദൈവത്തെ ഉപമിപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. ദൈവം ആരാണ്? സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ആയിട്ട്, അതായത് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഉണ്ടോ? നിത്യപിതാവ്. എന്നെ സ്നേഹിക്കാൻ, എന്നെ കരുതാൻ എനിക്കൊരപ്പനുണ്ട്. നമുക്ക് ഈ ലോകത്തിലെ അപ്പനും അമ്മയും നമ്മുടെ കാണപ്പെട്ടവരാണ്. നമ്മുടെ കർത്താവും ഉണ്ട് നമുക്ക്. അതായത് പാറമേൽ ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തി നിർത്താനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അതാണ് ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു, അതരങ്ങളെ ഞാൻ അടക്കില്ല. അതാവുന്ന നമ്മൾ അത്തരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. എത്രമാത്രം നമുക്ക് സ്തുതിക്കാവോ അത്രമാത്രം നമ്മൾ സ്തുതിക്കണം. അതാണ് അതിൻ്റെ ദൈവമുള്ളവൻ, കരുണയുള്ളവൻ, വിശ്വസ്തയുള്ളവനാണ് നമ്മുടെ ദൈവം. കണ്ടോ? കരുണയുള്ളവനാണ്. ഏറ്റവും അവസാനം പറയണം, ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും. കണ്ടോ? യഹോവ സഹായവും വിട്ടുവയ്ക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുത്. അതാണ് സങ്കീർത്തനത്തിലൂടെ, ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ കൂടി നമുക്കും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഈ 40-ാം സങ്കീർത്തനം കാലടികൾ ഉറപ്പിച്ച് നിർത്തും. പാറമേൽ ഉറപ്പിച്ച് നിർത്തും കാലുകൾ. കണ്ടോ? വായിൽ ഒരു പുതിയൊരു പാട്ട് തരും. കണ്ടോ? നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം നമ്മൾ. അതാണ് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ദൈവം വിട്ടുവെച്ചത് എന്തിനു വേണ്ടി? എന്നെ അവർ ആരാധിക്കണം. അതിനു വേണ്ടിയാണ് ദൈവം തമ്പുരാൻ അവരെ വിട്ടുവെച്ചത്. നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ആഗ്രഹിക്കുന്നത്, എൻ്റെ നമ്മൾ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ പിതാവാണ് നമ്മുടെ ദൈവം. എല്ലാവർക്കും നമുക്കിപ്പോൾ ഈ ലോകത്തിൽ ഒരു പിതാവ്, മാതാവ്, അത് പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു പിതാവുണ്ട്. അതാണ് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ കൈപിടിച്ച് വഴി നടത്തുന്ന, കാലടികൾ ഇടറാതെ നിർത്തുന്ന ഒരു ദൈവം. നമുക്കൊരപ്പനുണ്ട്. അതാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ കുഞ്ഞുങ്ങളും മുമ്പോട്ട് യാത്ര ചെയ്യാതെ നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.